മനുഷ്യഭാവനയ്ക്ക് എന്നും പ്രചോദനം നൽകിയിട്ടുള്ളവയാണ് ചന്ദ്രനും ആകാശവും ഗ്രഹങ്ങളും എല്ലാം തന്നെയും. സാഹിത്യത്തിലും ശാസ്ത്രത്തിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന സ്ഥാനം തന്നെ നമ്മുടെ ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമായ ചന്ദ്രന് നാം നൽകിയിട്ടുണ്ട്. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കകാലം മുതൽ തന്നെ കൃത്രിമ ഉപഗ്രഹങ്ങളെ അയക്കാൻ മനുഷ്യൻ ശ്രമിച്ചിരുന്നു. 1958 അന്നത്തെ സോവിയറ്റ് യൂണിയൻ ചന്ദ്രനിലേക്ക് പയനിയർ എന്ന കൃത്രിമ ഉപഗ്രഹം അയക്കാൻ ശ്രമിച്ചു. എന്നാൽ തുടക്കത്തിലെ തകർച്ചയായിരുന്നു ഫലം. പിന്നീട് 1959 ലൂണ 2 എന്ന ഉപഗ്രഹത്തിലൂടെയാണ് സോവിയറ്റ് യൂണിയൻ ആദ്യമായി ചാന്ദ്ര ദൗത്യത്തിൽ സ്ഥാനം കണ്ടെത്തുന്നത്. എന്നാൽ സോവിയറ്റിന്റെ ഈ വിജയം അമേരിക്കയെ കൂടുതൽ വാശിയിൽ ചാന്ദ്ര ദൗത്യത്തിന് പ്രേരിപ്പിച്ചു. 1964 അവരുടെ ശ്രമം വിജയിച്ചു. 1964 ജൂലൈ 28 നാസയുടെ റേഞ്ചർ 7 എന്ന ചാന്ദ്രപേടകം ആ വിജയം കണ്ടു. പിന്നീടുള്ള മത്സരങ്ങളെല്ലാം തന്നെയും മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളതായി. ഒടുവിൽ 1969 അപ്പോളോ 11 ദൗത്യത്തിന്റെ കമാൻഡറായ നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ചേർന്ന് ചന്ദ്രനിൽ ഇറങ്ങി. ആ വർഷം ജൂലൈ 20 ഇത്. മനുഷ്യൻ ഇത് ചെറിയൊരു കാൽവയ്പ്, മനുഷ്യരാശിക്ക് ഇതൊരു വലിയ കുതിച്ചുചാട്ടം എന്നാണ് ആംസ്ട്രോങ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇരുവരും അമേരിക്കൻ കൊടിയും ചന്ദ്രനിൽ നാട്ടി. തുടർന്നും ചാന്ദ്ര ദൗത്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ 1972 അപ്പോളോ 17 ദൗത്യശേഷം മനുഷ്യരാരും ചന്ദ്രനിൽ കാലുകുത്തിയിട്ടില്ല. അമേരിക്ക എന്തുകൊണ്ട് പിന്നീട് മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കിയില്ല എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ തേടാൻ പോകുന്നത്. ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം പണം തന്നെയാണ്. അപ്പോളോ മിഷനുകൾക്ക് വൻ തുകയാണ് അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസയ്ക്ക് ചെലവാക്കേണ്ടി വന്നത്. ഇത്രയധികം തുക ചെലവാക്കാതെ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാനും ബഹിരാകാശ ഗവേഷണത്തിനും മറ്റു ലക്ഷ്യങ്ങളിലേക്ക് അമേരിക്ക തിരിഞ്ഞു. 1973-74 സമയങ്ങളിൽ സ്കൈലാബ് എന്ന അവരുടെ സ്പേസ് സ്റ്റേഷനിലേക്കായി നാസയുടെ ശ്രദ്ധ. ഈ സമയം എന്നാൽ ബഹിരാകാശത്തെ സാധാരണ പരീക്ഷണങ്ങളും അവർ നടത്തി. 1981 ടെക് സാങ്കേതിക വിദ്യകളിൽ തൽപരനായ റൊണാൾഡ് റീഗൻ അമേരിക്കയുടെ പ്രസിഡന്റായി. തുടർന്ന് അവർ സ്പേസ് ഷട്ടിൽ വികസിപ്പിക്കാൻ തുടങ്ങി. കൃത്രിമ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിക്കാൻ ഇവ ഉപയോഗിച്ചു. മാത്രമല്ല, മുൻപുള്ള മിഷനുകളിലെ കൃത്രിമ ഉപഗ്രഹങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയതിന് പിന്നാലെ അമേരിക്കയ്ക്ക് ചില അന്താരാഷ്ട്ര പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു. 1967 വിയറ്റ്നാം യുദ്ധത്തെ തുടർന്നും രാജ്യത്തെ ദാരിദ്ര്യത്തിന്റെയും നഗരജീവിതത്തിന്റെയും പ്രശ്നങ്ങൾ ഉയർന്നതും ഒപ്പം പരിസ്ഥിതി പ്രശ്നങ്ങളും അമേരിക്കയെ ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനുള്ള പരീക്ഷണങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചു. മനുഷ്യൻ നൂറുകണക്കിന് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കേണ്ടതുണ്ടോ എന്ന ചിന്ത അമേരിക്കൻ ജനതയിലും ഉണ്ടായതോടെ സയൻസ് ദൗത്യങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടു. അതും അമേരിക്കയെ പിന്തിരിപ്പിക്കാൻ ഒരു കാരണമായി തീർന്നു. പിന്നീട് നാളുകൾക്ക് ശേഷം ജോർജ് ബുഷ് സീനിയറിന്റെ കാലത്ത് ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങുന്നതിനായി നാസ $500 ബില്യൺ വമ്പൻ പ്രൊജക്ട് സമർപ്പിച്ചു. ഇത് അമേരിക്കൻ ഭരണകൂടം തള്ളി. ഇതിനിടെ ചലഞ്ചർ എന്ന സ്പേസ് ഷട്ടിൽ തകർന്ന വലിയ ദുരന്തവും ഇതിനൊരു കാരണമായി. 1998 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നിർമ്മിക്കപ്പെടുന്നത്. അമേരിക്ക, റഷ്യ, ജപ്പാൻ, യൂറോപ്പ്, കാനഡ എന്നിവയുടെ സംയുക്ത സംരംഭമായിരുന്നു ഇത്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിലേറെയായി ഇതിനെ വിവിധ രാജ്യങ്ങളിലെ ബഹിരാകാശ യാത്രികൾ പരീക്ഷണങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. ഇന്ത്യയും ചാന്ദ്ര ദൗത്യത്തിൽ നിലവിൽ സജീവമായി രംഗത്തുണ്ട്. 2003 അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യം ആദ്യമായി പ്രഖ്യാപിക്കുന്നത്. പിന്നീട് 2008 PSLV XL റോക്കറ്റിൽ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചു. പേടകത്തിലെ പേലോഡായ മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തിയത് ഇന്ത്യക്ക് ചാന്ദ്ര ദൗത്യത്തിൽ വലിയ മുന്നേറ്റം തന്നെ തന്നു. 2019 ചന്ദ്രന്റെ ധ്രുവഭാഗങ്ങളിൽ പരിവേഷണത്തിന് ചന്ദ്രയാൻ 2 ഇന്ത്യ വിക്ഷേപിച്ചു. ഇതിൽ ഇപ്പോഴും പ്രവർത്തന സജ്ജമായ ഓർബിറ്റർ ചന്ദ്രന്റെ ശാസ്ത്രീയ വിവരങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുന്നു.